ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ 1.25 ലക്ഷം കോടി രൂപയുടെ 3 മെഗാ ഡീലുകൾ നടത്താൻ ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുകയാണ്. നിരീക്ഷണവും പോരാട്ടശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ 31 MQ-9B ഡ്രോൺ ഇടപാടുകൾ, 3 അധിക സ്കോർപിയൻ അന്തർവാഹിനികൾ, 26 റാഫേൽ യുദ്ധവിമാന പദ്ധതി എന്നിവ ഉൾപ്പെടെ 3 പ്രധാന പ്രതിരോധ ഇടപാടുകൾ ഈ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കാനാണ് ഇന്ത്യൻ നാവികസേന ഉറ്റുനോക്കുന്നത്. ഈ വർഷം 61,000 കോടി രൂപയുടെ ഏറ്റവും ഉയർന്ന മൂലധന ബജറ്റാണ് വകയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് അതിന്റെ അടിയന്തര ആധുനികവൽക്കരണ ആവശ്യങ്ങൾക്കായി സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. പ്രതിരോധ കരാറുകൾ പ്രകാരം പദ്ധതികൾക്കായി ഏകദേശം 15% സർക്കാർ മുൻകൂറായി നൽകി കഴിഞ്ഞു. ഈ 3 പദ്ധതിയിലെ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി വർദ്ധിപ്പിക്കാൻ പോകുന്ന MQ-9B ഡ്രോണുകൾക്ക് വേണ്ടിയുള്ളതാണ്. മൊത്തം 31 ഡ്രോണുകളാണ് ഇന്ത്യൻ സേനയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിൽ 15 ഡ്രോണുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കും. മറ്റ് 2 സേനകൾക്കുമായി 8 വീതം ലഭിക്കും. ഡ്രോണുകളുമായി ഇന്ത്യൻ ആയുധ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്ന കാര്യത്തിലും ചർച്ചകൾ നടത്തുന്നു. നാവികസേനയുടെ കപ്പൽ വിരുദ്ധ മിസൈൽ ഡ്രോണുകൾ പൂർണ്ണമായും സജ്ജമാകുമ്പോൾ ഇത് സംയോജിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇതിന് രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പും ഇന്ത്യൻ മസഗാവ് ഡോക്യാർഡ് ലിമിറ്റഡുമായി സഹകരിച്ച് 3 അധിക സ്കോർപിയൻ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നു. ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം 40,000 കോടി രൂപ ചെലവിൽ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് MDL പുതുക്കിയ ബിഡുകൾ സമർപ്പിച്ചതോടെ കരാർ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 3 ബോട്ടുകളും അവയുടെ 6 മുൻഗാമികളെക്കാൾ കൂടുതൽ നൂതനമായ കഴിവുകളോടെയാണ് സജ്ജീകരിക്കുക. കൂടാതെ തദ്ദേശീയമായ യുദ്ധ മാനേജ്മെന്റ് സംവിധാനവും ഇതിലുണ്ടായിരിക്കും. ഈ പദ്ധതിയുടെ ചിലവെന്ന് പറയുന്നത് ഏകദേശം 40,000 കോടി രൂപയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പോലുള്ള ഇന്ത്യൻ സർക്കാർ കമ്പനികൾക്ക് ഇതിൽ കാര്യമായ പങ്കുണ്ടായിരിക്കും. ഇതിലെ മൂന്നാമത്തെ പദ്ധതിയാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ നാവികസേന പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ പദ്ധതി INS വിക്രാന്ത് വിമാനവാഹിനി കപ്പലിനായി 26 റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുക. ഈ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഒരു കാര്യം നീക്കം ചെയ്തു: വിമാനത്തിൽ ഉത്തം റഡാർ സംയോജിപ്പിക്കുന്നത്. അതായത് ഇതൊരു ചെലവേറിയ കാര്യമാണ് എന്നും ഇത് ചെയ്യുന്നതിൽ സമയനഷ്ടം മാത്രമാണ് ഉണ്ടാവുക എന്നുമാണ് ഇന്ത്യ പറഞ്ഞത്. അതായത് ഈ കരാർ നടക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 36 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള അവസാന കരാർ പ്രകാരമാണ് ഈ ഇടപാട് നടക്കുന്നത്. ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ 1.25 ലക്ഷം കോടി രൂപയുടെ ഈ 3 മെഗാ ഡീലുകളും ഇന്ത്യ നടത്തുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.